നമ്മുടെ കേരളത്തിൽ ദീപാവലി അത്ര കണ്ടെങ്കിൽ വലിയ ആഘോഷമൊന്നുമല്ല. എന്നാൽ ഉത്തർപ്രദേശിൽ ദീപാവലി ഒക്കെ ഉത്തർപ്രദേശ് അങ്ങോട്ടൊക്കെ ദീപാവലി കേരളത്തിൽ ഇപ്പോ ഉണ്ട്. ഇപ്പോഴും കുറെ പേര് ആഘോഷിക്കുന്നുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നില്ല. തെക്ക് നാട്ടിലൊക്കെ നല്ല ആഘോഷമുണ്ട്. ഞങ്ങളുടെയൊക്കെ നന്നായിട്ട് പടക്കൊക്കെ പൊട്ടിക്കും. അപ്പോൾ എന്തായാലും ഉത്തർപ്രദേശിലൊക്കെ വളരെ കാര്യമായിട്ട് അവർ ദീപാവലി വളരെ വലിയ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നുണ്ട് ദീപാവലി ആഘോഷത്തെക്കുറിച്ചൊക്കെ. ഏതായാലും ഇത്തരത്തില് ദീപാവലി ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴേ ഈ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൻ ഒരു ഭീഷണി മുഴക്കിയതായിട്ട് വാർത്ത കേൾക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് കൃത്യമായിട്ട് അദ്ദേഹം ചിലരെയൊക്കെ അടിച്ച് തകർക്കുമെന്നൊക്കെ പറയുന്നതായിട്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അതായത് യോഗി ആദിത്യനാഥ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ചില ആളുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ദീപാവലി വരാൻ വേണ്ടി പോവാണ് 2 ദിവസത്തിൽ. അപ്പം കലാപകാരികൾ സൂക്ഷിക്കുക, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു പരിഗണനയും ഉണ്ടാവില്ല, അടിച്ച് വീശി എടുത്തിട്ട് ജയിലിലേക്ക് ഇടും, അനങ്ങാണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോ എന്നുള്ള ടോണിലാണ് യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നത്. നമുക്കറിയാലോ, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു ഹൃദയഭൂമിയാണ്. പ്രത്യേകിച്ചും BJPയുടെ ഒരു കർമ്മഭൂമിയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. 80ഓളം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുള്ള 80ഓളം MP-മാരെയൊക്കെ അയക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശ്. അപ്പം BJPയുടെ എന്ത് പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകളും ആദ്യം പരീക്ഷിക്കുക എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ പരീക്ഷിച്ച് അത് വിജയിക്കുകയാണെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, 28 സംസ്ഥാനങ്ങളിൽ 19 സംസ്ഥാനങ്ങളിൽ ഇപ്പം BJPയാണ് ഭരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അവിടത്തേക്കൊക്കെ ഇത് സ്പ്രെഡാവും, അവിടത്തേക്കൊക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് ഒരു പ്രധാന കർമ്മഭൂമിയായാണ് BJPക്ക്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വളരെയധികം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ ഉത്തർപ്രദേശിൽ പോവുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ വല്ലാതെ അവർ അടിച്ചൊതുക്കുകയാണ്. കാരണം എന്തുകൊണ്ടാ? കാരണം ഇവിടെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മളെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അതൊന്നും വലിയ രീതിയിൽ ചർച്ചക്കെടുത്തിട്ടില്ല ആ വിഷയം. തെറ്റാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാലോ, ഹിന്ദു ജനസംഖ്യയാണ് ഉത്തർപ്രദേശിന്റെ ഹൃദയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 19% വരുന്ന മുസ്ലിങ്ങളും ഉണ്ട് ഉത്തർപ്രദേശിൽ. സെപ്റ്റംബർ 4-ാം തീയതി ഉത്തർപ്രദേശിലെ ഖാൻപൂർ എന്ന് പറയുന്ന ഒരു ടൗൺ, ആ ടൗണിൽ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ദൈവത്തിൻ്റെ കൃപ അവനിൽ ഉണ്ടാവട്ടെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അർത്ഥം. അപ്പോൾ മുസ്ലിങ്ങളുടെ ഹൃദയ പുരുഷനായിട്ടുള്ള അവരേറ്റവും ബഹുമാനത്തോടു കൂടി ആരാധിക്കുന്ന പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ജന്മദിനത്തിന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പോലും അവർക്ക് പോലും ഇത് കൃത്യമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. അവിടെ ഈ ആഘോഷത്തിനിടെ കുറച്ച് പേര് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഒരു ബോർഡ്, ഒരു ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം സ്ഥാപിച്ചു. ഐ ലവ് ട്രിവാൻഡ്രം, ഐ ലവ് കൊച്ചി എന്നൊക്കെ പറയുന്ന ബോർഡുകൾ നമ്മളുടെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഐ ലവ് ന്യൂയോർക്ക്, അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രേരണ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഐ ലവ് മുഹമ്മദ്, അതിലെന്താ കുഴപ്പം? നമുക്കൊന്നും കുരുപൊട്ടുന്നില്ല. ഞാനൊരു ഹിന്ദുവാണ്, നമുക്കൊന്നും കുരുപൊട്ടുന്നില്ല. പക്ഷെ ചില ആളുകൾക്ക് കുരുപൊട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വല്ലാത്ത അസ്വസ്ഥതയും പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടും എന്നാണ് ഉത്തർപ്രദേശിലെ ഈ സംഭവം നമ്മളെ കൊണ്ട് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഐ ലവ് മുഹമ്മദ് അവിടെ പ്ലേസ് ചെയ്ത് അവിടെ കാണപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തേക്കുള്ള ചില ലോക്കൽ ഹിന്ദുക്കൾക്ക് അങ്ങ് പിടിച്ചില്ല. അവർ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു പോലീസിന്. നിരവധി ആളുകളെ ഇതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവർ പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത്, ഇത് ട്രഡീഷണലായിട്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നേരത്തെ ഒന്നും കണ്ടുവരാറില്ലല്ലോ, പരമ്പരാഗതമായിട്ട് നിങ്ങൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തി വരുന്നതാണ്. പക്ഷേ ഈ ഐ ലവ് മുഹമ്മദ് ഇത് എപ്പോൾ പ്രത്യക്ഷപ്പെട്ടു? ഇതെന്തുകൊണ്ടാണ് ഇപ്പം പ്രത്യക്ഷപ്പെടാനുള്ള കാരണം?
എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു കേസ് അങ്ങ് എടുത്ത്, ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഈ കാൺപൂർ വിഷയത്തെ ചൊല്ലി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വിഭാഗത്തിനിടെ ഒരു എനിമിറ്റി തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ ഉണ്ടാവും, ക്രിയേറ്റ് ചെയ്യില്ലേ? ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്താ പറയുക, ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക. ആ പ്രദേശത്തൂടെ ഐ ലവ് ഗണപതി അല്ലെങ്കിൽ ഐ ലവ് ശിവ, ഗണപതി പോട്ടെ, ഗണപതി നമുക്ക് മാറ്റി നിർത്താം, ഐ ലവ് ശിവ എന്ന് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ട് ആഘോഷം നടത്തി. ഇതേപോലെ കേസെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു സംഭവം മുസ്ലിങ്ങൾക്കായിരിക്കെങ്കിലും കുരുപൊട്ടുകയാണെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കണോ? അംഗീകരിക്കാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മുടെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ പല ആയുധങ്ങളും കൈവശം വെച്ചുകൊണ്ടുള്ള ഹിന്ദു ദേവതന്മാരുടെയൊക്കെ, ഹിന്ദു ദൈവങ്ങളുടെ നിരവധിയായിട്ടുള്ള ചിത്രങ്ങളുണ്ട് പല കോണുകളിൽ, പല സ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് അങ്ങ് കുരുപൊട്ടുകയാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മായ്ച്ചു കളയണം, ഇത് തെറ്റാണ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറെ പേരെ അറസ്റ്റ് ചെയ്യുക ശരിയല്ലാത്തൊരു കാര്യമാണ്. അപ്പോ ഈ കാൺപൂർ വിഷയത്തെ ചൊല്ലി അതൊരു തർക്കത്തിലേക്ക് എത്തുകയും സെപ്റ്റംബർ 26-ാം തീയതി ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറെ ആളുകൾ തടിച്ചുകൂടി. ഒരു ഇമാമിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ തടിച്ചുകൂടിയത്. എന്തിനാണ് അവർ തടിച്ചുകൂടിയത്? അവർ തടിച്ചുകൂടിയത് ഇതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. ഈ കാൺപൂരിൽ നടന്ന വിഷയത്തിനെതിരെയുള്ള പ്രതിഷേധം. തീർച്ചയായിട്ടും അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു ജനവിഭാഗത്തിനെതിരെ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ അയ്യപ്പ പ്രക്ഷോഭം എന്താണ്? ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തി എന്നതിന്റെ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അത് ഒരു വിശ്വാസത്തെ ഒരു ഗവൺമെന്റ് എതിർക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസി സമൂഹം നടത്തിയ പ്രക്ഷോഭമാണ്. മതങ്ങളുടെ ആചാരങ്ങൾക്ക് മേൽ ഒരു ഗവൺമെന്റ് നടത്തിയ. അപ്പം സ്വാഭാവികമായിട്ടും ഇതും ഒരു ആചാരമാണ്. ഇതും ഒരു ആചാരമാണ്. അവരിഷ്ടപ്പെടുന്ന അവരുടെ ഒരു ദൈവം, അല്ലെങ്കിൽ അവരുടെ ദൈവം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പരാമർശങ്ങൾ നടക്കുക. തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും. പച്ചയ്ക്ക് ഇരുന്നിട്ട് ചീത്ത വിളിക്കുന്ന, അതായത് ഒരു മറ്റൊരു മതമാണ്, ആ മതത്തിന് കൊടുക്കേണ്ട സാമാന്യപരമായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള പല പല സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഉത്തർപ്രദേശിൽ ഞാൻ പറഞ്ഞ ഈ ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ പേര് തടിച്ചുകൂടുകയും അവിടെ ഇവർ പ്രതിഷേധം നടത്തുകയും ചെയ്തു ഈ കാൺപൂറിൻ്റെ വിഷയത്തിനെ ചൊല്ലി. അതിലും നിരവധിയായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് ഈ ടോട്ടലായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് 2500ഓളം വരുന്ന മുസ്ലിങ്ങളെയാണ്, 2500ഓളം വരുന്ന മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. 22 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 40ഓളം പേരെ വിവിധ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവർക്ക് നേരെ ഉണ്ടായി എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഭയങ്കരമായ കലുഷിതമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഉത്തർപ്രദേശിലുള്ളത് 2 കമ്മ്യൂണിറ്റികൾക്കിടയിൽ. ഇതൊരു വാസ്തവമാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ യോഗി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതായത് എന്തെങ്കിലും രീതിയിലുള്ള പരിപാടിക്ക് നിന്നാൽ, കാരണം ഭൂരിപക്ഷം ആരാണ്? അവർ ഹിന്ദുക്കളാ, ഭൂരിപക്ഷ സമുദായമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നത്തിനും കലാപത്തിനും ഇതിൻ്റെ പേരിൽ നിന്ന് കഴിഞ്ഞാൽ തലയിൽ ഉണ്ട കയറും എന്നാണ് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് പറയുന്നത്. ഓക്കെ, യോഗി ആദിത്യനാഥ് അത്തരം ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും കലാപകാരികൾ അനങ്ങാതെ വീട്ടിലിരുന്നോളൂ. മനസ്സിലായില്ലേ? എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള യോഗി ഫാൻസൊക്കെ ഉണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 2024 എല്ലാവർക്കും ഇത് അറിയായിരിക്കും, എങ്കിലും പാവങ്ങളായിട്ടുള്ള പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. 2024 തകർന്ന് തരിപ്പണമായിരുന്നു BJP. എവിടെ? ഈ ഉത്തർപ്രദേശിൽ. അവിടെ RSS അവരെ കൈയൊഴിഞ്ഞു, തകർന്ന് തരിപ്പണമായിരുന്നു. ഈ ലോക്സഭയിൽ എത്രയായിരുന്നു? SP യും കോൺഗ്രസും കൂടി ചേർന്ന അലയൻസിന് 43 സീറ്റ് കിട്ടിയപ്പോൾ
NDAക്ക് കിട്ടിയത് വെറും 36 സീറ്റ്. തീർച്ചയായിട്ടും അതായത് 2019 ഉണ്ടായിരുന്ന അതെ. 64 നിന്ന് അതെ. ഉത്തർപ്രദേശിൽ NDA BJP 36ലേക്ക് കൂപ്പുകുത്തി. രാഹുൽ ഗാന്ധി എവിടെ? റായ്ബറേലിയിൽ. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് തോന്നുന്നു, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ റായ്ബറേലിയില് രാഹുൽ ഗാന്ധി ജയിച്ചത് എത്ര വോട്ടുകൾക്കാണെന്നറിയോ? BJP സുഹൃത്തുക്കൾക്കായിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റു നമ്മുടെ പല സുഹൃത്തുക്കൾക്കായിട്ടും ഒക്കെയാണ് പറയുന്നത്. അവിടെ നമ്മുടെ രാഹുൽ ഗാന്ധി ജയിച്ചത് 6,87,643 വോട്ടുകളാണ്. ദിനേശ് പ്രതാപ് സിംഗ് BJPയുടെ തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ചയാണ് കണ്ടത്. സ്മൃതി ഇറാനി വലിയ രീതിയിൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടിപ്പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഫൈസാബാദില്, ഈ അയോധ്യ ഉൾപ്പെടുന്ന സ്ഥലം, ഫൈസാബാദിൽ പൊട്ടിപ്പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഒരു BJPയുടെ ഒരു വലിയ കോൺഫിഡൻസ് ആണ്. ഉത്തർപ്രദേശ് നമ്മളെ കയ്യിലാണുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഓവർ കോൺഫിഡൻസ് യഥാർത്ഥത്തിൽ 2024 തകരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ ഒന്ന് വീണ്ടും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലൂടെ ഒന്ന് സ്ട്രോങ് ആക്കുക എന്നതിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ ബഹുമാന്യനായിട്ടുള്ള യോഗി ആദിത്യനാഥിന് ഉണ്ടാവുമായിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇപ്പം ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന വിഷയത്തെ പർവ്വതീകരിച്ച് ആളുകൾ അല്ലെങ്കിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും നോക്കുന്നത്. കാരണം ഐ ലവ് മുഹമ്മദ് എന്ന് വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഇത് മാത്രമല്ല, ഇവർ ഇതിൽ പറയുന്ന ന്യായം എന്താണ്? ഇത് ഏതെങ്കിലും രീതിയിൽ എന്താണ് മിസ്ചീഫ് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി. എന്ത് കലാപമാണ് ഐ ലവ് മുഹമ്മദിന്റെ പേരിൽ ഉണ്ടാവുക? ആളുകൾ തടിച്ചുകൂടും ഐ ലവ് മുഹമ്മദ്. നിങ്ങൾ എന്തിനാണ് അതിൽ ഭയപ്പെടുന്നതിൻ്റെ ആവശ്യം? ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു നിയമമുണ്ടോ? ഐ ലവ് മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഐ ലവ് യേശു ക്രിസ്തു എന്നോ അല്ലെങ്കിൽ ഐ ലവ് ഗണപതി എന്നോ എഴുതാൻ പാടില്ല എന്നുണ്ടോ? നമുക്കറിയില്ല കേട്ടോ ഉള്ളതായിട്ട്. ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 25 എന്താണ് അയ്യപ്പൻ ചേട്ടാ പറയുന്നത്? മതപരമായ അവകാശം, നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള ഐഡന്റിറ്റി പ്രദർശിപ്പിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമാണ്, മതപരമായിട്ടുള്ളൊരു അവകാശമാണ് ആർട്ടിക്കിൾ 25 തരുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ. അപ്പോൾ ഇതൊന്നും ഉത്തർപ്രദേശിൽ അപ്പം ബാധകല്ലേന്ന് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു ദീപാവലി ആഘോഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കലുഷിതമായൊരു സാഹചര്യം ഉത്തർപ്രദേശിലുണ്ട്. സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണെന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. കാരണം ഇതൊക്കെയാണ് സാഹചര്യം. പ്രധാനപ്പെട്ടുള്ള വീണ്ടും ആവർത്തിക്കുന്ന ആ ചോദ്യം, ഐ ലവ് ഗണേഷ് അല്ലെങ്കിൽ ഐ ലവ് ലോർഡ് ശിവ എന്ന് എഴുതിയത് ആർക്കെങ്കിലും കുരു പൊട്ടുകയാണെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഐ ലവ് മുഹമ്മദ് എന്ന് കാണുമ്പോൾ ആർക്കെങ്കിലും കുരു പൊട്ടുകയാണെങ്കിൽ അവർക്കും പ്രശ്നമുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെയോ തകരാറുകളുണ്ട്. ഇതാണ് നമുക്ക് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനും കേരളത്തിൽ പിണറായി വിജയനും ഭരിക്കുമ്പോൾ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിലെ പെട്ടവരുടെ മാത്രം സർക്കാരും മുഖ്യമന്ത്രിയൊന്നുമല്ല. ഇപ്പം കേരളത്തിൽ ഇപ്പം ഗൗതം പറഞ്ഞ പോലെ കൃഷ്ണൻ്റെ പടം വെക്കുമ്പോൾ വേറെ ഏതെങ്കിലും ജാതിക്കാർ വന്നിട്ട് കൃഷ്ണൻ്റെ പടം ലോർഡ് കൃഷ്ണ, ഭഗവാൻ കൃഷ്ണ എന്ന് എഴുതി തന്നെ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയാൽ മുഹമ്മദിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയാണ് ഈ പറഞ്ഞ യോഗി ആദിത്യനാഥൻ. അപ്പോൾ പിന്നെ ആ ഒരു വിഭാഗത്തെ മാത്രം അധികാരമുണ്ട് എന്ന് കരുതി, ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി അതിനെയൊക്കെ പിന്നെ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും അത് ഇങ്ങനെ ഈ നമ്മുടെ സംസാര ലോകത്ത് വിദ്യാഭ്യാസപരമായ ഉന്നതിയിൽ നിൽക്കുന്നെന്ന് പറയുന്നു, ചിന്താപരമായ ഉന്നതിയിൽ നിൽക്കുന്നെന്ന് പറയുന്നു. അതൊക്കെ ശരിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയായ നടപടിയല്ല. അതിന് എത്ര മിടുക്കനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നാൽ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സന്യാസി വര്യനാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കർമ്മഭൂമിയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മൊത്തം, ഇന്ത്യൻ ജനാധിപത്യത്തെ, വലിയ സംസ്ഥാനമാണ്. ഇന്ത്യ ജനാധിപത്യത്തെ തന്നെ വളരെ വലിയ രീതിയിൽ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറേയധികം പ്രശ്നങ്ങളാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭവങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെയാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ട് BJPക്ക് കഴിഞ്ഞ തവണ അവിടെ വലിയ രീതിയിലുള്ള പരാജയം NDAക്ക് സംഭവിച്ചു എന്നതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്? കാരണം RSSഉം BJPയും തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള അകൽച്ച. കാരണം ഇവർ ഈ കാണിക്കുന്ന പല തോന്നിവാസങ്ങളെയും RSS അനുകൂലിക്കുന്നില്ല. അതായത് മോഹൻ ഭാഗവത് തന്നെ പറയുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നല്ലോ. അതായത് ചില ആൾക്കാർക്ക് ദൈവമൊക്കെ ആയിട്ട് സ്വയം അങ്ങ്
തീർച്ചയായിട്ടും അദ്ദേഹം അത് പറഞ്ഞത് കൊള്ളേണ്ടടുത്ത് കൊണ്ട് അത് കൊള്ളേന്റെ അടുത്ത് കൊള്ളുകയൊക്കെ ചെയ്തു ആരൊക്കെയാണ് എന്നുള്ളത്. നമ്മളായിട്ട് കൂടെ മാത്രമല്ല ഈ 100 വർഷം RSS പൂർത്തിയായ വേളയിൽ മോഹൻ ഭാഗവതിന്റെ പ്രസംഗം എനിക്ക് ഉറപ്പുണ്ട് ഇത് പറയുന്ന കമന്റോളികളായിട്ടുള്ള പല സംഘികളും അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ അതില് അദ്ദേഹം പറയുന്നത് എന്താ, അന്യ മതസ്ഥരെ അല്ലെ അന്യ മതസ്ഥരുടെ എന്താണ് ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സിംബൽസ് ഇതിനെയൊന്നും ദയവ് ചെയ്തിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഒരു വലിയ വികസിത രാഷ്ട്രത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം മറ്റു ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതായത് എന്താണ്, പണക്കാരും ദാരിദ്ര്യരും തമ്മിലുള്ള അന്തരം വല്ലാത്ത രീതിയിൽ വികസിക്കുന്നു, ഇതിനൊക്കെ പരിഹാരം വേണം. എക്കണോമിക് പോളിസി, മോഡിയുടെ എക്കണോമിക് പോളിസിയിലൊക്കെ വലിയ പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ചെറിയ സൂചനകളൊക്കെ അദ്ദേഹം നൽകുന്നതൊക്കെ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഉത്തർപ്രദേശിൽ 2024 BJP ബാക്ക് ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പരാജയം നേരിട്ടുണ്ടെങ്കിൽ അവിടെ RSS കൈയൊഴിഞ്ഞു പല സ്ഥലങ്ങളിലും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താ, അവിടെ കുറേ രീതിയിലുള്ള, അതായത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള പാർട്ടി വർക്കുകൾ എന്താണ് വർക്കേഴ്സുമായിട്ട് ഈ ഉന്നത നേതാക്കൾക്ക് ബന്ധമില്ല. അതേപോലെ ഈ എക്സാം പേപ്പർ ചോരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് തൊഴിലാളികളെ എടുക്കുന്നു. ഇങ്ങനെയുള്ള പല പല വിഷയങ്ങള്, അതെ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തെ 2024 ഒരു പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നിങ്ങനെ യോഗി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഐ ലവ് മുഹമ്മദിനെയൊക്കെ തഴഞ്ഞിരിക്കുന്നത്? ലോക്കൽ ഹിന്ദു കമ്മ്യൂണിറ്റീസിൻ്റെ വാക്കുകളെയൊക്കെ കേട്ടിട്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ദീപാവലി വലിയ രീതിയിൽ ഒരു ബോംബും പൊട്ടാതെ വളരെ സമാധാനത്തോടു കൂടി ദീപാവലി നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.